അപ്പോൾ 5 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോ 6 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയൊരു മേൽക്കോയ്മ കിട്ടുന്നു. ഇത് ഒരുപക്ഷെ എൻ്റയർ ദക്ഷിണേന്ത്യയെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു ഘടകമാണ്. അല്ല, ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് പശ്ചിമ ബംഗാളിലും അതുപോലെ തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ ഏപ്രിൽ 29 തീരുകയാണ്. ഞങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പുകളൊന്ന് കഴിയട്ടെ. എന്നുവെച്ചാൽ എത്രയോ MP-മാർ ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്നുണ്ട്. ഒരു 120ഓളം, ഒരു 110-ലേറെ MP-മാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വ്യാപൃതരായിരിക്കുമ്പോൾ തിരക്ക് പിടിച്ചിങ്ങനെ ഒരു പാർലമെൻറ്റ് സമ്മേളനം വിളിക്കേണ്ടതിൻ്റെ സാങ്കത്യം എന്താണെന്നാണ് ഞങ്ങൾ ചോദിച്ചത്. രണ്ടാമത്തത്, എന്താണ് ഞങ്ങളുടെ സമീപനമെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കണമെങ്കിൽ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾ അറിയണം. ഈ ഭരണഘടനാ ഭേദഗതികളുടെ ചിത്രം ഞങ്ങൾക്ക് നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല, ഈ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ ഞങ്ങൾക്ക് ഇതുവരെ സർക്കുലേറ്റ് ചെയ്തിട്ടില്ല. സാധാരണ ഇത്രയും നിർണായകമായിട്ടുള്ള പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ എത്രയോ കാലം മുമ്പ് അല്ലെങ്കിൽ എത്രയോ ദിവസം മുമ്പ് അംഗങ്ങൾക്ക് നൽകേണ്ടതാണ്. അതൊന്നും നൽകിയിട്ടില്ല. അപ്പം ഞങ്ങളുടെ സമീപനം എന്തായിരിക്കും സർക്കാർ വിഭാവനം ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കിയാണ്. പക്ഷേ ഞങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിലപാട് ഇതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. അപ്പോൾ ഈ കണക്കുകൾ അതല്ല അതിന് അനുവാദം എന്ന് പറയുമ്പോൾ പകരം എന്ത് ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അല്ല, പ്രതിപക്ഷവുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് നിർദ്ദേശങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ മുന്നോട്ട് വെച്ചൊരു സംഭവമുണ്ട്. എന്തിനാണ് ഈ 50% എന്നുള്ളത്? 25% പോരെ? അതല്ലെങ്കിൽ ഒരു പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഒരു തലവും കൂടി വേണ്ടേ? അതായത് നമ്മുടെ ജനസംഖ്യയ്ക്ക് അനുപാതമായിട്ടായിരിക്കണം നമ്മുടെ സീറ്റുകളെന്നെങ്കിൽ നമ്മുടെ സീറ്റുകൾ എത്രയോ വർദ്ധിച്ച് മുമ്പോട്ട് പോകും. ഇപ്പോൾ പണ്ട് കാലത്ത് ലോകസഭ 120 ദിവസവും 100 ദിവസവും സമ്മേളിച്ചിരുന്നു. ഇന്ന് ലോകസഭ സമ്മേളിക്കുന്നത് 55 ദിവസവും 56 ദിവസമാണ്. ഇപ്പോൾ നോക്കുക, അതുപോലെ കമ്മിറ്റി സിസ്റ്റം. മുൻകാലങ്ങളിൽ കമ്മിറ്റികൾ കുറേയും കൂടി ശക്തമായി പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ വേദിയിൽ വരുന്ന ബില്ലുകളിൽ നല്ലൊരു ശതമാനം പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് വിടുന്നില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ പാർലമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു തലം ഗണ്യമായി കീഴ്പോട്ട് പോയിരിക്കുകയാണ്. ഇനി 816 അംഗങ്ങളുള്ള ലോക്സഭ എന്ന് പറയുമ്പോൾ അവിടെ ഈ പ്രാതിനിധ്യ സ്വഭാവം എന്തായിരിക്കും? മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയാണ് TDP, തെലുങ്കുദേശം പാർട്ടി. അവർക്ക് ഒരു നിശ്ചിത സംഖ്യ ലോക്സഭയിലുണ്ട്. പക്ഷേ ഈ വൈവിധ്യമാർന്ന ചെറുകക്ഷികളുടെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. എന്താ കാരണം വെച്ചാൽ സർക്കാരിൻ്റെ ഫോർമേഷനിൽ 15 അംഗങ്ങളുള്ള 20 അംഗങ്ങളുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കർണാടകയിൽ നിന്നുള്ള ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള അംഗങ്ങളുടെ പ്രസക്തി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫെഡറൽ ബാലൻസ് വേണം. നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് തന്നെ എന്താണ്? ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ അവിടെ ജനസംഖ്യയേക്കാൾ കൂടുതൽ നമ്മുടെ ഭരണഘടന ഊന്നിയത് നമ്മുടെ ഫെഡറൽ തത്വത്തിലാണ്. അതായത് ഇതൊരു ഫെഡറൽ രാജ്യമാണ്, സംസ്ഥാനങ്ങൾ ചേരുന്നതാണ് നമ്മുടെ രാജ്യം എന്നുള്ള തത്വത്തിലാണ്. അപ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ള ആ ഒരു സ്വാധീനവും അതല്ലെങ്കിൽ അവരുടെ സ്ഥാനവും ഗണ്യമായി ചോരുന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനമായിട്ടാണ് ഇത് കലാശിക്കാൻ പോകുന്നത്. ഉത്തർപ്രദേശിൽ മാത്രം 80 സീറ്റുകളുണ്ട്. അപ്പൊ ഈ 50% വർധന ഉണ്ടായതിന് അവിടെ മാത്രം 120 സീറ്റുകളിലേക്കൊക്കെ വരും. അപ്പോൾ ഈ BJP അവിടെ ഒറ്റ സംസ്ഥാനം കൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തും എന്നൊരു ആശങ്കയുണ്ടോ? അല്ല, ഞാനത് BJP എന്നോ A പാർട്ടി എന്നോ B പാർട്ടി എന്നുള്ളതല്ല. ഞാനതിനെ ഒരു സന്തുലിതാവസ്ഥയുടെ തരത്തിലാണ് കാണുന്നത്. അതായത് നമ്മൾ രാഷ്ട്രീയത്തിൽ ശതമാനമല്ല. ഇപ്പോൾ ഉദാഹരണം കേരള നിയമസഭയിൽ 140 അംഗങ്ങളുണ്ട്. 71 ആർക്ക് കിട്ടുന്നു അവർ ഗവൺമെൻറ് ഉണ്ടാക്കും. അവിടെ ശതമാനത്തിന് പ്രസക്തിയില്ല. 71. അതുപോലെ നമ്മുടെ ലോക്സഭയിൽ ഇപ്പോൾ 272 കിട്ടുന്ന ആർക്കാണോ അവർക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാം. അവിടെ അനുപാതമോ ശതമാനമോ ആരും നോക്കുന്നില്ല. അപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ തന്നെ പരിമിതമായിട്ടുള്ളൊരു പങ്കാണ് ഉള്ളത്. ആ പരിമിതമായ പങ്ക് പോലും താഴേക്ക് ഗണ്യമായി പോകും. ഇത് കേവലം എൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നിലപാടിനപ്പുറത്ത് ഇത് ഇന്ത്യയുടെ ഫെഡറലിസം നിലനിന്ന് കാണാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരുപക്ഷെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്
രേഖാമൂലമുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് വരാത്തത് കൊണ്ട് തന്നെ എന്തായിരിക്കും സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തതയില്ല. പക്ഷേ സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ചില സഹപ്രവർത്തകരോട് അവർ പറഞ്ഞത് പ്രകാരം നമുക്ക് 50% ഒറ്റയടിക്ക് സീറ്റ് കൂട്ടാം. അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്ക് സംവരണം കൊടുത്താലും നിങ്ങളുടെ ഒന്നും സ്ഥാനമൊന്നും നഷ്ടപ്പെടില്ല എന്നുള്ള ഒരു കുറുക്കുവഴിയാണ് സർക്കാർ ഇതിനകത്ത് അവലംബിക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് സംവരണം കൊടുക്കാൻ വേണ്ടിയിട്ട് പുരുഷന്മാരുടെ ഒരു തട്ടകവും നഷ്ടപ്പെടില്ല, പുരുഷ മേധാവിത്വത്തിന് ഒരു പോറലും ഏൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആണ് പലരെയും പാട്ടിലാക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നത്. അവിടെ ശതമാനത്തിൻ്റെയും അനുപാതത്തിൻ്റെയും കണക്ക് വെക്കുന്ന അതുകൊണ്ടാണ്. നിങ്ങൾക്കും നഷ്ടം വരുന്നില്ലല്ലോ. അതായത് UPക്ക് 50% വർധനവ് കിട്ടുമ്പോൾ നിങ്ങൾക്കും 50% വർധന കിട്ടുന്നില്ലേ? കേരളത്തിൻ്റെ 50% വർധനവെന്ന് പറഞ്ഞാൽ 20 എന്നുള്ളത് 30 ആകുന്നു, UPക്ക് 80 എന്നുള്ളത് 120 ആകുന്നു. അപ്പോൾ 5 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോ 6 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയൊരു മേൽക്കോയ്മ കിട്ടുന്നു. ഇത് ഒരുപക്ഷെ എൻ്റയർ ദക്ഷിണേന്ത്യയെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു ഘടകമാണ്. BJPയുടെ സഖ്യകക്ഷികളായിട്ടുള്ള TDP ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ ഒരു നിർദ്ദേശത്തെ അവധാനതയോടെ പരിശോധിച്ച് ഇതിൻ്റെ അപകടം മനസ്സിലാക്കേണ്ട ഒരു അനിവാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇലക്ഷൻ സമയത്ത് രണ്ട് സ്റ്റേറ്റില് മെയിൻ ഇലക്ഷൻ നടക്കുമ്പോൾ എന്തിനാണ് എംപിമാരുടെ സമയം? എംപിമാരെ താങ്കൾ പറഞ്ഞത് ലോ മേക്കേഴ്സ് ആണ്. അപ്പോ ഒരു ലോ മേക്കിംഗ് ഒരു ക്രിട്ടിക്കൽ ഒരു വിമൻ റിസർവേഷൻ ബില്ലല്ലേ? അതെ. അപ്പോ ഈ സമയത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം തന്നെ നടത്തുന്നത് നിർബന്ധമാണ്. യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വ്യക്തിത്വങ്ങളാണല്ലോ MPമാരെന്ന് പറയുന്നത്. അതിന് തർക്കമൊന്നുമില്ലല്ലോ. അവരല്ലേ യഥാർത്ഥത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പ്രചരണത്തെ നയിക്കേണ്ട ആൾക്കാർ. അപ്പോൾ നമ്മുടെ ജനാധിപത്യം നിൽക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുകളിലല്ലേ? തെരഞ്ഞെടുപ്പിലാണ് നമ്മുടെ ജനാധിപത്യം നിൽക്കുന്നത്. ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മുകളിലാണ്. ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു പ്രക്രിയയിൽ വ്യാപൃതരായിരിക്കുമ്പോൾ പിന്നെ ഇതിനെന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ പറയുക, എമർജൻസി ഉണ്ടെന്ന് വെച്ചോളൂ. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോവുകയാണ്, എമർജൻസി ഇല്ല. ഇപ്പോൾ ഈ 2029 നടപ്പിലാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം കൊണ്ടുവരുന്നത് പറയുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഏപ്രിൽ 29 വരെ വെയിറ്റ് ചെയ്യൂ. ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ 2023 ഈ പറഞ്ഞ നാരി ശക്തി വന്ദൻ അധിനിയം, അതൊക്കെ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഈ നിയമം പറയാൻ പറ്റില്ലല്ലോ. എന്നോട് പലരും ചോദ്യം ചോദിക്കുന്ന ആൾക്കാർക്ക് ആ നിയമം എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ അത് പഠിച്ചെടുത്തത്. ഏത് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ വനിതാ സംവരണം നടപ്പിലാക്കിയപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യവസ്ഥകളും കൊണ്ടുവന്നിരുന്നില്ല. വരാൻ പോകുന്ന സെൻസസിനെ ബന്ധപ്പെടുത്തിയിരുന്നില്ല, വരാൻ പോകുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിരുന്നില്ല. അതിന് ഇമ്മീഡിയറ്റ്, അതിന് സ്വാഭാവികമായിട്ടുള്ള ഒരു എന്താ പറയുക നടപ്പിലാക്കാനുള്ള ഒരു വ്യവസ്ഥയുണ്ടായിരുന്നത്. 2023 നിയമം വന്നപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള മെമ്പർമാർ ഭേദഗതി കൊടുത്തു. എന്തിനാണ് നിങ്ങളിത് ലിങ്ക് ചെയ്യാൻ പോകുന്നത്? ലിങ്ക് ചെയ്യുന്നത് അപകടമല്ലേ? യഥാർത്ഥത്തിൽ അന്ന് നടപ്പിലാക്കിയിരുന്നെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് പിന്നെ സംവരണം ഉണ്ടാവില്ലായിരുന്നോ? അപ്പോൾ ഈ 3 വർഷം ഈ നിയമത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് പൊടുന്നിന് ഇങ്ങനൊരു ആവശ്യമുണ്ടെന്ന് കണ്ടെന്നു. ആ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു സാഹചര്യവും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇല്ല. എന്താ കാരണം? അത് 2 ആഴ്ച കഴിഞ്ഞാലും 3 ആഴ്ച കഴിഞ്ഞാലും അതിൽ പ്രത്യേകിച്ച് മാറ്റമില്ല. അവിടെയാണ് സംശയാസ്പദം. അതിനേക്കാൾ ഏറെ പ്രധാനം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈ പറയുന്ന വനിതാ സംവരണത്തിൻ്റെ ഒരു മറവിൽ കൊണ്ടുവരുന്ന ഭരണഘടനാ ഭേദഗതികളുടെ സ്വാധീനം, പ്രത്യാഘാതം അത് നമ്മൾ മനസ്സിലാക്കണം.